അവരുടെ ഓരോ ശ്രമങ്ങളും ഡീപ് സ്റ്റേറ്റ് എന്നുള്ള ലോകം ഭരിച്ചിരുന്ന അദൃശ്യ ശക്തികളുടെ പിടുത്തം നിന്ന് ലോകം മാറി ഭാരതം തന്നെ ഡീപ് സ്റ്റേറ്റ് ആവും. ആരൊക്കെ എവിടെ ഭരിക്കണം, നമ്മൾ തീരുമാനിക്കണ പോലെ ഏതൊക്കെ രാജ്യത്തെ ഏതൊക്കെ ഭരണാധികാരികൾ വേണം, ഏതൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്ന ലെവലിലേക്ക് നമ്മളൊരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. യൂറോപ്യൻ പല ഭാഷകളിൽ ചില വാക്കുകളും സംസ്കൃതത്തിലെ വാക്കുകളും ഒന്നാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി നമ്മളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയുടെ കുറവ് കൊണ്ട് അവർ ശക്തിയുള്ളവൻ പറയുന്നതാണല്ലോ ചരിത്രമായി മാറുന്നത്. അപ്പൊ ഭയങ്കര പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്. എപ്പോ വേണമെങ്കിൽ എന്ത് സംഭവിക്കാന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. അത് നടക്കാറുണ്ട് കേട്ടോ, ഓരോന്നും നടത്തി ലെവലാക്കിയിടാറുണ്ട്. പിന്നെ അടുത്തൊരു ഡ്യൂട്ടിയുടെ സമയത്ത് ഫോർത്ത് ഡൈമെൻഷനായിട്ട് ടച്ച് ആവണ സമയം. അപ്പോ അതിന്റെ ഒരു എഫക്റ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യിങ് യാഗത്തിലേക്ക് പോണം. ഇന്ത്യ ചൈന റിലേഷൻ അന്നൊക്കെ ഗാൽവാനിലെ ഏറ്റുമുട്ടിയെന്ന സമയത്താണ് നമ്മൾ ആ പഴനിയിൽ അത് നടത്തുന്നത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ആത്മീയ പാത ഇന്ത്യ ചൈന അന്നത്തെ പോലെ തുറക്കണം. നമ്മുടെ ഇന്റർവ്യൂലും ഉണ്ട്, നമ്മളത് വ്യക്തമായി പറഞ്ഞു. ഇപ്പോഴും നോക്കിയത് ഇപ്പോ ഇന്ത്യ ചൈനയുള്ള വിഷയങ്ങളൊക്കെ തീർന്ന് കൂടുതൽ ഒരു കൈലാസ ദർശനത്തിന് വരെയുള്ള ഇനി അത് ഓപ്പൺ ആയിട്ട് വരും. ടിബറ്റൊക്കെ ഓപ്പൺ ചെയ്യപ്പെടും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ അവരായിട്ട് ശത്രുതയല്ല, നമ്മൾ അവരായിട്ട് നല്ല ടൈംസിൽ. കാരണം നമ്മുടെ രണ്ട് രാജ്യങ്ങളും റഷ്യയും കൂടി നിന്ന് കഴിഞ്ഞാൽ ലോകം ഭരിക്കും. അപ്പൊ അങ്ങ് ഈ പറയുന്ന ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ചരിത്രത്തിലേക്കൊക്കെ പോയത്. അതായത് ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഭാരതത്തിനുള്ളിലും പുറത്തും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ, നമുക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങൾ അങ്ങനെ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ല, അതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി പോലെ ഡീപ് സ്റ്റേറ്റ്. നമ്മള് അത് രസകരം, നമ്മൾ ഒന്ന് സ്റ്റെപ്പ് ആയിട്ടാണ് മൃഗം ഇതൊക്കെ നമ്മളെ കൂടെ ചെയ്യിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു യുഗം ആരംഭിക്കണം, ഒരു ശക്തി ഉണ്ടായിരുന്നു, അതിനെ പൊളിക്കണം. അതിനു വേണ്ടി യൂറോപ്പിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ യൂറോപ്പിൽ ചെയ്യിച്ചത് പൊളിച്ചിട്ടാണ് നേരെ ഭാരതത്തിൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ പാർലമെന്റിൽ അടുത്തത് പാർലമെന്റ് ആണ്. പാർലമെന്റിലാണ് തീരുമാനങ്ങൾ. പാർലമെന്റിന് ശക്തി വേണം. അതാണ് അവിടെ ഭഗവാന്റെ മന്ത്രം. രണ്ടാമത് അടുത്ത അയൽ രാജ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ തീരണം. ചൈനയായിട്ടുള്ള രണ്ടാമത്തെ ചെയ്തു. അടുത്തതിലേക്കാണ് നമ്മളെ കൊണ്ടുവരുമ്പോ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള ലോകം ഭരിക്കുന്ന അദൃശ്യ ശക്തി. ആ അദൃശ്യ ശക്തികളാണ് അവരെപ്പോഴും ഒന്നാമതായിട്ട് നിൽക്കുള്ളൂ. ആരും ഒന്നാമതാക്കാൻ സമ്മതിക്കില്ല. രണ്ടാമത് നിന്ന് അവർക്ക് വിഷയമില്ല കേട്ടാ. നമ്മൾ അവരെ അംഗീകരിച്ച് നിങ്ങൾ നല്ല ഒന്നാമനാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കാനൊന്നും വരില്ല. അത് അവര് അങ്ങനെ വിടും. പക്ഷെ അവരുടെ തകർക്കാൻ അവരൊരിക്കലും അനുവദിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മൾ മെല്ലെ നടത്തി തുടങ്ങി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് തൊട്ടേ ആ രണ്ടാമത്തെ ടൈമിൽ നടന്നു തുടങ്ങി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ തൊട്ടേ അവര് അറ്റാക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കി. പക്ഷെ അവിടെ എന്താ വെച്ചാൽ പാർലമെന്റിലുള്ള ഭഗവാന്റെ ഇത് വന്ന കാരണം ഇന്ത്യയിൽ അത് എഫക്റ്റ് ആയി. പക്ഷെ അപ്പൊ ചുറ്റുള്ള രാജ്യങ്ങളിൽ എഫക്ട് ചെയ്തു. പക്ഷെ ഇതിന് കാര്യം എന്താ വെച്ചാൽ നമ്മൾ അപ്പോഴാണ് അഗ്നിയാഗത്തിൽ നിന്നുള്ള കാര്യങ്ങളിലേക്ക് ഡീപ് സ്റ്റേറ്റിനെ തകർക്കാൻ വേണ്ടിയാണ് അഗ്നിയാഗം എന്ന് ഭഗവാൻ പറയുന്നത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷമാണ് ഭാരതത്തിലെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച വരുന്നതും. അന്ന് നമ്മുടെ ഇന്റർവ്യൂ ഓർമ്മയുണ്ടോ? അന്ന് ആരും പറയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ജോർജ് സോറസിന്റെയും ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടൊക്കെ പാർലമെന്റിൽ ചർച്ച വരുന്നത് അതിനുശേഷമാണ്. അതിനുശേഷമുള്ള കാര്യം നോക്കിയാൽ മാലിദ്വീപ് തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. അപ്പോ ഈ അന്ന് ഞാൻ പറഞ്ഞു ഈ ഡിസംബർ 13 വരെയാണ് അവരുടെ വിജയിക്കാനുള്ള കാര്യങ്ങൾ നടക്കുക. ഡിസംബർ 13 നമ്മൾ അഗ്നിഹോമം നടന്നു കഴിഞ്ഞാൽ അഗ്നിയാഗത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത് അവർ ശ്രമിക്കും. ഭാരതത്തിന് ചുറ്റുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഭാരതത്തിന് സാമ്പത്തികത തകർക്കാൻ വേണ്ടി വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്വന്തം രാജ്യങ്ങൾ, സുഹൃത്ത് രാജ്യങ്ങൾ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ ഈ ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത യാഗത്തിനുള്ളിൽ ഓരോന്നോരായിട്ട് അവരുടെ പൊളിഞ്ഞ് അഗ്നിയാഗം നടന്നുകൊണ്ടുകൂടിയിട്ട് അവര് ഇല്ലാതെ ആവുന്ന നമ്മൾ ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടില്ല. ഇലക്ഷൻ റിസൾട്ട് ഡീപ് സ്റ്റേറ്റിന് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് വന്നു. അത് അന്ന് നടന്നിട്ടില്ല, അത് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ നോക്കി നോക്കിയാൽ ഇപ്പൊ ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക സഹായം നിന്നു. ഇപ്പൊ ജോർജ് സോറസ് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പൊ നമുക്കറിയാം. ഇനി ഓരോന്ന് അത് നോക്കിയോളൂ. അവരുടെ ഓരോ ശ്രമങ്ങളും ഡീപ് സ്റ്റേറ്റ് എന്നുള്ള ലോകം ഭരിച്ചിരുന്ന അദൃശ്യ ശക്തികളുടെ പിടുത്തം നിന്ന് ലോകം മാറി ഭാരതം തന്നെ ഡീപ് സ്റ്റേറ്റ് ആവും. ആരൊക്കെ എവിടെ ഭരിക്കണം,
നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഏതൊക്കെ രാജ്യത്തെ ഏതൊക്കെ ഭരണാധികാരികൾ വേണം, ഏതൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്ന ലെവലിലേക്ക് നമ്മളൊരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. അങ്ങയുടെ ഒരു കണക്കൂട്ടൽ എത്ര വർഷം എടുക്കും? നമ്മൾ ഈ അഗ്നിയാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആരംഭം. അഗ്നിയാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാരത ഡീപ് സ്റ്റേറ്റിലേക്ക് പോകണം, ഇത് ആരംഭിക്കും. കാര്യങ്ങൾ മാറും. പിന്നെ ഇപ്പൊ ഒരു വേറൊരു കാര്യം, രസമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഡോളറായിട്ട് കമ്പയർ ചെയ്തിട്ട്, ഡോളറിന് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സിസ്റ്റത്തിന് പോവും. എന്തിന് ഡോളർ? നമ്മൾ ഈ ആയിട്ട് കമ്പയർ ചെയ്യാലോ. ഇല്ലെങ്കിൽ അതൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് ഒതുങ്ങും. നമ്മൾ ഒരിക്കലും അവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യത്തിൽ വരില്ല. നമ്മളൊരു ആയിട്ട് കമ്പയർ ചെയ്യാം, ഇല്ലെങ്കിൽ ആയിട്ട് കമ്പയർ ചെയ്യാം, അങ്ങനെ പല സിംഗപ്പൂർ ഡോളറായിട്ട് കമ്പയർ ചെയ്യാം. അതൊന്നും ചെയ്യാണ്ട് നമ്മളിപ്പം അമേരിക്കൻ ഡോളർ മാത്രം കമ്പയർ ചെയ്യണമെന്ന് എന്തുകൊണ്ടാ? അത് ലോകം ഭരിക്കണോണ്ടാ. അതിന്റെ ആ പിടുത്തം പോവും. അപ്പൊ അങ്ങ് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കാം. ഭാരതത്തിൻ്റെതായ ഈ ഒരു ശക്തിയുണ്ട്, മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ അതുപോലെ ശക്തി, അതുപോലെ എനർജി പോയിന്റ്സ് ഒക്കെ ഉണ്ട്. സിംഗപ്പൂരിന്റെ കാര്യം അന്ന് തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അത്തരം ശക്തികൾക്ക് എന്ത് സംഭവിക്കും ഇനിയും വരാനുള്ള കാലത്ത്? അതാണ് ഞാൻ പറയാം. അത്ര ഒരു യൂറോപ്പിലുണ്ടായിരുന്ന ഒരു എനർജിയാണ് ബ്രിട്ടനെ സൂര്യനദിക്കാത്ത സാമ്രാജ്യത്തിനൊക്കെ മാറ്റിയത്. അത് പൊളിഞ്ഞു. അത് പൊളിയാൻ വേണ്ടിയിട്ട് പുതിയ ഇതിലാണെങ്കിൽ അത് പൊളിയണം. പൊളിഞ്ഞാൽ അതിലേക്ക് ഇത് കയറി. ആ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ യൂറോപ്പിൽ നമ്മളെ കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും യൂറോപ്പിന്റെ പിടുത്തം പോയി. പിന്നെ ഉള്ളത് ഈ ഇലുമിനാറ്റഡ് പവറുള്ള അമേരിക്കയാണ്. അതും പിടുത്തം മെല്ലെ മെല്ലെ കുറയും. ഇവിടെയാണെങ്കിൽ ഏഷ്യൻ സൈഡിൽ ഇത് ശക്തി കൂടി വരും. ഭാരതം ശക്തി പ്രാപിക്കും, ഏഷ്യൻ രാജ്യങ്ങളിലെ ഇത് ശക്തി പ്രാപിക്കും. ആ ഒരു ലെവലിലേക്ക് ഇന്ത്യ, ചൈന, റഷ്യ എന്നുള്ളൊരു കൂട്ടുകെട്ടിലേക്ക് അത് മെല്ലെ മാറും. ഏഷ്യന്ന് കൂടെ ഇതിൽ സാത്വിക രാജ്യങ്ങൾ ഉയർന്നു വരും. അങ്ങ് ഈ ഭാരതത്തെ കുറിച്ചാണ് ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ശക്തിനെ കുറിച്ചും അങ്ങ് പറഞ്ഞു. സൗത്ത് ഇന്ത്യ കേന്ദ്രമാണ്. പക്ഷെ ഈ സൗത്ത് ഇന്ത്യയെ തന്നെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താൻ, അല്ലെങ്കിൽ ഭാരതീയതയ്ക്ക് ആ ഒരു ദർശനത്തിനെതിരായിട്ട് നിൽക്കുന്ന കാഴ്ചകളും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം കേരളത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ, ഒരു സമാധി, ഒരാൾ സമാധിയായാൽ ഉടനെ അത് ട്രോളായിട്ട് മാറുന്നു. എന്തിൻ്റെയും പുറകെ മന്ത്രവാദമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വാർത്തകൾ ചമയ്ക്കുന്നു. തമിഴ്നാട്ടിലാണെങ്കിലും ക്ഷേത്രങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഈ സ്ഥിതി മാറാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ നമ്മള് 2-3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഉജ്ജയിലത്തെ യാഗത്തിന്റെ പ്രധാന ഇതായിരുന്നു കട്ടിങ് സൗത്തിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. ഉജ്ജയിനിൽ നമ്മൾ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് ശരിക്കും അതിന് അനുകൂലമായിരുന്നു. കട്ടിങ് സൗത്തിന് ഇനി കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ലെവലിലേക്ക് വരാൻ പറ്റില്ല, പോവില്ല, ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സംഭവം തീർന്നു. പിന്നെ തമിഴ്നാട്ടിലെ കാര്യം പറയുമ്പോൾ, തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും വേറെ ഗവൺമെന്റ് ചെയ്യാത്ത ലോക മുരുക മാനാട് നടത്തിയത്. രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം, പക്ഷെ നടത്തിയത് അവരാണല്ലോ. നമ്മൾ പറയുന്ന വിശ്വാസമില്ലാത്തൊരു ഗവൺമെന്റ് മുരുകഭവനെ കുറിച്ചിട്ടുള്ള ലോക മാനാട് നടത്താൻ, പഴനിയിൽ നടത്താൻ, അതൊരു സ്റ്റാർട്ടിങ് ആട്ടാ. കാരണം ഞാൻ പറഞ്ഞ ആ വയ്യാപുരി എന്നുള്ള സ്ഥലത്ത് ലോകത്തിന്റെ എല്ലാ ആൾക്കാരും കൊണ്ടുവന്ന ഒരു മാനാട് നടത്തണമെങ്കിൽ അതൊരു ഭഗവാന്റെ ഒരു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോക മുരുക സമ്മേളനം നമ്മൾ അത് നടത്തും ചെയ്യും. നമ്മൾ ഈ അഗ്നിയാഗം കഴിഞ്ഞ അടുത്ത യാഗത്തിന്റെ സമയത്ത് ലോക മുരുക സമ്മേളനം നമ്മൾ നടത്തും. പക്ഷെ അത് നടന്നു പഴനിയില്. ആ പഴനിയിൽ അതിനോട് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നേരത്തെ. നമ്മളൊരു ഫ്ലാഗ് വെച്ചു അവിടെ, ഫ്ലാഗ് വെച്ചു. അത് കുമാരികാണ്ഡത്തിന്റെ ഫ്ലാഗ് ഇത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം പഴനിയില് വന്നിരിക്കുക. കുമാരിയാണത്തിൽ ഇരുന്ന ഫ്ലാഗ്, വലിയ ഫ്ലാഗ്, കുമാരിയാണത്തിൽ ഫ്ലാഗിട്ട് വീണ്ടും വയ്യാപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ലോക തലസ്ഥാനമാവാൻ ഭാരതം പോകുമ്പോ വയ്യാപുരിയിൽ ആ ഫ്ലാഗ് തിരിച്ചു വന്നു. അത് ഭഗവാൻ നോക്കി നിൽക്കുന്ന നേരെ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. ആ എനർജിക്ക് അത് ഒരു വിഷന്റെ ഭാഗമായിട്ട് ലഭിച്ച നിർദ്ദേശം. തീർച്ചയായും. കാരണം അനന്തര ഡൈമെൻഷനിലേക്ക് പോയ കുമാരികാണ്ഡത്തിലെ ആൾക്കാർക്കുള്ള എനർജി സിഗ്നലാണത്. അവർ തിരിച്ചു വരും അവർ ഭൂമിയില്. അപ്പൊ അത് വീണ്ടും പഴനി വയ്യാപുരിയായിട്ട് മാറും, ലോകത്തിന്റെ തലസ്ഥാനമായിട്ട് മാറും. ഇവിടുന്നാണ് കൺട്രോൾ എന്നുള്ള ലെവലിൽ. അതിനാണ് ആ ഇത് വെച്ചത്. അപ്പൊ അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു വന്നതിൽ 2-3 കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പൊ വന്ന ന്യൂസുകളാട്ടാ. ഒന്ന്, അവര് ആ മാനാട് നടത്തി എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. രണ്ടാമത്, ഇപ്പൊ ഒരു പത്രസമ്മേളനം അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഒരു കണ്ടുപിടുത്തം നടത്തും. അതായത് നമ്മുടെ കാർബൺ 40 അതല്ലേ പറയാ, പഴയ അത് കണ്ടുപിടിച്ചപ്പോ അയൺ ഏജ് തുടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നാണ്.
അതായത് കാർബൺ ഡേറ്റിംഗ് കാർബൺ ഡേറ്റിംഗ് അതായത് 5000 വർഷം പഴക്കമുള്ള ഇത്. അപ്പൊ അയൺ ഏജിന് നമ്മൾ വേറെ ലോകത്ത് പറയുന്നത് 3500 വർഷം, ഇത് 5500 വർഷം പഴക്കം തമിഴ്നാട്ടിൽ ഇതിനുണ്ട്. അപ്പൊ ഇവിടുന്നാണ് ബാക്കിയുള്ളത്. നമുക്കൊരു പറയണ ഒരു ഇതുണ്ടല്ലോ, ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യണ്ടായി പല രാജ്യങ്ങളിലേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് യൂറോപ്പില് ഭയങ്കരമായിട്ട് തുർക്കി സൈഡിൽ ബാധിച്ചു, അതിന് ആര്യന്മാരും ഇങ്ങോട്ട് വന്നു, ദ്രാവിഡന്മാരെ തള്ളി ഇങ്ങടാക്കി നമ്മളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു ചരിത്രമാണ് അത് മനസ്സിലായിട്ട് നടക്കുന്ന ഇപ്പോഴും കുറെ ആൾക്കാരുണ്ട്. അതെന്നെ പാൽപ്പായസം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അതല്ല സത്യം എന്നുള്ളത് ഇനി നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. അത് 5500 വർഷം ഇവിടെയാണ് അയൺ ഏജ് ഉണ്ടായിരിക്കുന്നത്. അത് വെറുതെ പറയണതല്ല, കാർബൺ ഡേറ്റിംഗ് നടത്തി വിദേശത്ത് എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് നടത്തിയ. അപ്പൊ ഇവിടുന്നാണ് ഇത് പോയത്. ഇതിലൊരു അവര് പറയാൻ കാരണം യൂറോപ്യൻ പല ഭാഷകളിലെ ചില വാക്കുകളും സംസ്കൃതത്തിലെ വാക്കുകളും ഒന്നാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോയി. നമ്മളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയുടെ കുറവ് കൊണ്ട് അവർ ശക്തിയുള്ളവൻ പറയുന്നതാണല്ലോ ചരിത്രമായി മാറുന്നത്. തീർച്ചയായും ജയിക്കുന്നവനാണല്ലോ ചരിത്രം. തീർച്ചയായിട്ടും അതൊരു ഇനി വേറൊരു കാര്യം കൂടി, പൂംഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 15000 വർഷമാണ് അത് കണക്കാക്കുന്നത്. അവരത് അങ്ങനെ കണക്കാക്കിയിട്ട് കടലിന്റെ അടിയിലുള്ള നഗരത്തിനെ കണ്ടുപിടിച്ചു. ഭാരതീയ യൂണിവേഴ്സിറ്റിയാണ് കണ്ടുപിടിച്ചത്. അവർ ആ കണക്ക് 15000 കണക്കിടാൻ കാരണം നമ്മളിപ്പോ ഒരു കടലിൽ കയറി വരുന്ന ഒരു കാലയളവുണ്ട്. ഇത്ര വർഷം കഴിഞ്ഞ് ഇത്ര കയറും, ഇത്ര അങ്ങനെ കയറി വരുമ്പോ ഈ കടൽ ഇപ്പോഴിരിക്കുന്ന പൊസിഷൻ ആ പൊസിഷനിലുള്ള സമയമാണെങ്കിൽ 15000 വർഷം പിന്നിലേക്ക് പോയാലോ അതിലോട്ട് ആ കണക്കിലാണ് പറയുന്നത്. അതിന്റെ അടിയിലത്തെ നഗരം 15000 വർഷം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു. അത് നഗരം ഉണ്ടായിരുന്നിരിക്കണത്. അത് ആ കുമാരികാണ്ഡത്തിന്റെ തുടർച്ചയാണത്. അതിന് കാർബൺ ഡേറ്റിംഗ് നടന്നിട്ടില്ല, കാരണം അത് ഭയങ്കര പണച്ചെലവുള്ളത് കൊണ്ടായിരിക്കാം നീണ്ടു പോകണം. പക്ഷെ അവരുടെ കണക്കിൽ ആ കടലിന്റെ കയറ്റിറക്കം നോക്കുമ്പോൾ 15000 വർഷമാണ്. അപ്പോ എന്താ പറയാ, ഒരു തിരിച്ചുവരവുണ്ടല്ലോ. ഇതാണ് ചരിത്രം. ഈ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അങ്ങ് പറഞ്ഞില്ലേ, ഈ പല ആൾക്കാരും പല ഡയമെൻഷനുകളിലേക്ക് പോയി, പല നാടുകളിലേക്ക് പോയി. അപ്പൊ ഈ ഡയമെൻഷനിലേക്ക് പോയവരൊക്കെ തിരിച്ചു വരുമെന്നാണോ? അവർക്കുള്ള ഒരു സിഗ്നലും കൂടാണ് ആ പതാക. തീർച്ചയായും കുമാരികാണ്ഡത്തിൽ നിന്ന് പോയ ആൾക്കാർക്കുള്ള സിഗ്നൽ, എനർജി സിഗ്നലാണത്. അവര് തിരിച്ചു വരും. അവര് നമ്മളിപ്പോ ഏലിയൻസിന് നമ്മൾ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയ ശേഷമാണ് എത്ര ഏലിയൻസ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കണെന്ന് അറിയാം. ഇങ്ങനെ കേട്ട് നമ്മുടെ മനസ്സത് സ്വീകരിക്കാൻ തയ്യാറാവും. ഇപ്പൊ അതിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അത് വെറുതെ നടക്കൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട്. ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അത് മാറി നമ്മൾ സ്വീകരിക്കണം കൂടിയിട്ടുണ്ട്. അത് അവര് തിരിച്ചു വരാം. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആവുമ്പോൾ അത് തിരിച്ചു വരും. പിന്നെ അങ്ങ് നേരത്തെ വെച്ച കേരളത്തിലത്തെ കാര്യം, കേരളത്തിൽ ഒരു പെട്ടെന്നൊരു അധ്യാത്മ ഉണർവ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കുംഭമേളയിലുള്ള കേരളീയരുടെ പ്രാതിനിധ്യമൊക്കെ നോക്കുമ്പോൾ ഒരു വേവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇല്ലാതാക്കണം എന്നുള്ള ശ്രമങ്ങള് ശ്രമിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും മന്ത്രവാദം. പക്ഷെ അതിന് സമയമായി അതൊന്നും തിരമാല കയറി പോവാന്ന് പറയണ ഈ വേവ്സ് അങ്ങോട്ട് കയറി പോവും. ഒന്നും ചെയ്യാൻ പറ്റണല്ലോ. കേരളവും തമിഴ്നാടും ഈ പറയുന്ന പോലെ ആധ്യാത്മികതയുടെ ഉണർവിന്റെ ഒരു കേന്ദ്രമായിട്ട് തന്നെ മാറും. തീർച്ചയായും. കാരണം ഇപ്പൊ അതിനുള്ള സമയമാണ്. തമിഴ്നാട്, തമിഴ് അതിന്റെ ബേസ് ആണ്. അവിടെ ഞാൻ പറയല്ലോ, ഗവൺമെന്റ് അത്തരം കാര്യങ്ങളും കൂടി ചെയ്യണ്ട അവര്. അപ്പോ പിന്നെ ഇവിടെയും ആ വേവ്സ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 കാര്യം കൂടി അങ്ങ് ഈ കുംഭമേളയെ കുറിച്ച് ഇപ്പോൾ പരാമർശിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ കുംഭമേളയിലും എനിക്ക് തോന്നുന്നു എല്ലമാർക്കെ ഒരു പ്രധാന സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവചനത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എല്ലമാർക്കയുടെ പേരെടുത്ത് പറഞ്ഞു. പറഞ്ഞ പോലെ മുരുകസേന എല്ലമാർക്ക എന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. എന്താണ് കുംഭമേളയെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ അങ്ങ് അവിടെ പോകുന്നുണ്ട്, എന്തായിരിക്കും ആ ഒരു പ്രാർത്ഥന, ആ ഒരു കമ്മിറ്റ്മെന്റ് എന്തായിരിക്കും അവിടെ? സ്വാമി ആനന്ദവനം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. സംസാരിച്ചിട്ടാണ് ഒന്ന് പോയത്. അങ്ങോട്ട് പോണ മുമ്പ് കുംഭമേള സത്യം പറഞ്ഞാൽ ഞാൻ പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ലേ. കഴിഞ്ഞ കുംഭമേള ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത് 4 കൊല്ലം. അന്ന് അമ്മ മരിച്ചിട്ട് ഞാൻ ചിതാഭസ്മം കൊണ്ടുള്ള യാത്രയിലാണ് ആ കുംഭമേളയിൽ എത്തിപ്പെടുകയും അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ ബുക്കിൽ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല. കാരണം 1 മാസം വിദേശ രാജ്യങ്ങളിൽ യാത്ര, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമല്ലേ. അപ്പോ ഒന്ന് മിണ്ടാണ്ടിരിക്കാനുള്ളൊരു പരിപാടി ആയിരുന്നു. ആ സമയത്ത് മോഹൻജി അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു. ഞാനൊരു കൊടുങ്ങല്ലൂർ ഫംഗ്ഷന് ഉണ്ടായപ്പോ അദ്ദേഹം ഉണ്ടാവും. അപ്പൊ അദ്ദേഹം ക്ഷണിച്ചു. അവിടെ അദ്ദേഹത്തിന് ഒരു വില്ലേജ് ഉണ്ട്, അവിടെ വരുമോ? ശരി, നോക്കാൻ ക്ഷണിച്ചു. നല്ല സ്നേഹത്തിലുള്ള ഒരു ക്ഷണമായിരുന്നു. പോവാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഉജ്ജയിന്ന് അവർ വിളിക്കണത്. അവർക്ക് സ്ഥലമുണ്ട്, ഗവൺമെന്റ് നമ്മൾ ആ ഗാർഡുകൾക്ക് വിട്ടുകൊടുക്കുന്ന സ്ഥലത്തിൽ അവർക്കുണ്ട് സ്ഥലം. അപ്പൊ ആ സ്ഥലം എല്ലമാർക്കും 3 ദിവസം തരാം, നിങ്ങൾ മുരുക പൂജ ചെയ്യണ്ടോ എന്ന് ചോദിച്ചു.
അതെനിക്കൊരു ഭഗവാന്റെ വിളിയായിട്ട് തോന്നി. അപ്പൊ ഞാൻ എത്ര പേർക്ക് അവിടെ താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഒരു 150 പേർക്കോളം താമസിക്കാം. 200 പേർക്ക്, 50 പേര് അവരുടെ ആൾക്കാർ, അവരുടെ അതായത് പണ്ഡിതിയും അവരുടെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. 150 പേർക്ക് താമസിക്കാം. ശരി, അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര റേറ്റാ ടിക്കറ്റ് കിട്ടാനും ഇതൊക്കെ ആയിട്ട്. എന്നാലും വെറുതെ ഞാൻ ഗ്രൂപ്പിലിട്ടു, ഒരു 10-50 പേര് വരും, എന്നാലും പോവാം, പൂജ ചെയ്യാന്നുള്ള ലെവലിൽ പറഞ്ഞുകൊണ്ട് 150 പേർക്ക് സൗകര്യമുണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെയാണ് പതിവ്, രജിസ്ട്രേഷൻ ഉണ്ട്. അരമണിക്കൂറിൽ ഫില്ലായി. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി, ഇത്രയധികം ആൾക്കാർ ഇത്ര കാശ് കൊടുത്തിട്ട് ഇതിന് തയ്യാറായിട്ട് നമ്മുടെ പ്രോഗ്രാമിന് ആവേശത്തോട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വീണ്ടും അവരെ വിളിച്ചു, അങ്ങനെ ആൾക്കാർ കൂടുണ്ട്, നമുക്ക് വേറെ കുറച്ചുകൂടി സ്ഥലം കിട്ടുക ചോദിച്ചു. അവരെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അപ്പുറത്തുള്ള ആശ്രമത്തിലെ ആൾക്കാർ, ഉജ്ജയിലുള്ള ആൾക്കാരെ അവരോട് സംശയിച്ചു. അവരും പറഞ്ഞു ഞങ്ങളുടെ സ്ഥലം വിട്ടുവരാം. അപ്പൊ അത് കുറച്ചുകൂടി നല്ല സ്ഥലമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളും ഫുഡിന്റെ ആൾക്കാർ എന്തായാലും വേണ്ടി വരും, നമുക്ക് ആൾക്കാർ കുക്കിന്റെ ആൾക്കാർ വരും, വാദ്യഘോഷങ്ങൾ വേണ്ട, അപ്പൊ നിങ്ങൾ എടുക്കുക, മറ്റേത് മൊത്തം ഞങ്ങൾക്ക് താമസത്തിന് മാത്രം എടുത്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ എത്ര പേർക്ക് താമസിക്കുമ്പോൾ 600 പേർക്ക് താമസിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ലിസ്റ്റ് ഇട്ടു. അത് 2 ദിവസം കൊണ്ട് അതിന് വീണ്ടും ലിസ്റ്റ്, വീണ്ടും ആൾക്കാർ തയ്യാറാണ്ടിരിക്കും. അപ്പൊ നമുക്ക് സ്ഥലമില്ല, 600 അത് നിർത്തി. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഒരു 1000 ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ പിന്നെ അവർക്ക് സൗകര്യങ്ങൾ നോക്കുമ്പോ അത്ര പോരാ. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ഒരു അടുത്ത ചലഞ്ച് അതായിരുന്നു, വരുന്ന 600 പേര് നമ്മുടെ പരിപാടിക്ക് വരുമ്പോ ഒരു ക്വാളിറ്റി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി നല്ല ടെന്റ് ആക്കാൻ നോക്കി. ബാത്റൂം സൗകര്യം വളരെ മോശം. അപ്പൊ അതിന് പകരം കുറച്ചും കൂടി നല്ല ടൈപ്പ് ബാത്റൂം നോക്കുമ്പോ അവിടെ കിട്ടാനില്ല, കാരണം അത്ര ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ, കൊടുക്കട്ട് കിട്ടുക. അവസാനം കാൺപൂരിൽ പോയിട്ട് കാൺപൂരിൽ നിന്ന് ബുക്ക് ചെയ്യേണ്ടി വന്നു. ഭയങ്കരമായിട്ട് ചാർജ് കൂടി. അവര് ചോദിക്കേണ്ട കാശ് കൊടുക്കേണ്ടി വന്നു, ടെന്റിനും അതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളും ഒക്കെ ചോദിക്കേണ്ട കാശ് കൊടുക്കേണ്ടി വന്നു. പക്ഷെ അതൊരു ഗംഭീരമാക്കാം എന്നുള്ള ലെവലിൽ നമ്മൾ, കാരണം അത് ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പരിപാടിക്ക് ഏൽപ്പിക്കും. അപ്പൊ നമ്മുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് നമ്മുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ചെറുതായിട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങും. ആളത് നമ്മളെ ലെവലിലേക്ക് കൊണ്ടുപോകും. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് ഉണ്ടാവുന്നത്. അല്ല, അതിനുവേണ്ടി നമ്മൾ ബുദ്ധിമുട്ടില്ല, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ തേടി, അതിനുവേണ്ട സാമ്പത്തിക സഹായമായാലും ആൾ സഹായമായാലും അതൊക്കെ നമുക്ക് കിട്ടിയോണ്ടിരിക്കും. നീ പരിപാടി നന്നാക്കുക എന്നുള്ള രീതിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ 18-ാം തീയതി, ഫെബ്രുവരി 18-ാം തീയതിയാണ് അവിടെ നമ്മുടെ പൂജ. അപ്പൊ 17-ാം തീയതി, ഫെബ്രുവരി 16-ാം തീയതി രാത്രി അവിടെ എത്തും. 17-ാം തീയതി വൈകുന്നേരം ഒരു ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മെഡിറ്റേഷൻ വന്നിട്ട് എല്ലാവരും എപ്പോഴും ആൾക്കാർ ചോദിക്കേണ്ട ഒരു സംഭവം. അപ്പൊ അത് അവിടെ ചെയ്യാന്ന് വിചാരിച്ചു. 18-ാം തീയതി കാലത്ത് മഹാസ്നാനം ചെയ്യാം. അവിടെ കുളിക്കാൻ പോലാണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ നമ്മളൊരു തേരൊക്കെ ഏൽപ്പിച്ചു, അവിടുത്തെ ആൾക്കാർ ചെയ്യണ പോലെ തന്നെ വാദ്യഘോഷങ്ങൾ ഏൽപ്പിച്ചു. അപ്പൊ അതൊരു 10,000 പേരുണ്ടെങ്കിൽ വലിയൊരു അത് 1000 അവിടെ പോയി കുളിച്ച് വൈകിട്ട് 6 മണിക്ക് നമ്മളെ മുരുക പൂജ അത് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പൊ അത് മുരുക പൂജ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം കാലത്ത് വീണ്ടും ഒരു 19-ാം തീയതി കാലത്ത് 10 മണിക്ക് ഒരു മെഡിറ്റേഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഈ അവിടെ രജിസ്റ്റർ ചെയ്യാതെ അവിടെ താമസിക്കാത്തവർക്കും അത് ഈ പൂജകളിൽ പങ്കെടുക്കാൻ പറയും. ഭക്ഷണം ഉണ്ടാവും, ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാവും. താമസിക്കാത്തവർക്ക് ഭക്ഷണം ഉണ്ടാവും. പൂജകളിലൊക്കെ പങ്കെടുക്കുക. നമ്മളൊരു കാര്യം ബോർഡ് വെക്കുന്നുണ്ട്, 3 ബോർഡ് വെക്കുന്നുണ്ട്. ഒന്ന്, വെൽക്കം ടു കുമാരികാണ്ഡം. ആദ്യമായിട്ട് കുമാരികാണ്ഡം കുംഭമേളയിലേക്ക് വരികയാണ്. 2, ഞങ്ങൾ ആദിശങ്കരന്റെ നാട്ടിൽ നിന്ന് വരുന്നവരാന്നുള്ള ഒരു ബോർഡ്. കാരണം അത് ഹിന്ദിയിൽ, ഇത് ഇംഗ്ലീഷിൽ, പിന്നെ ഒരു തമിഴില്, അങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മുരുകാന്റെ വലിയൊരു, ശരിക്കും ആദിശങ്കരന്റെ നാടുമാണ് കേരളം മാത്രമല്ല, പർട്ടിക്കുലർ ആയിട്ട് എടുത്താൽ. തീർച്ചയായും അത് നമ്മൾ 9-ാം തീയതി, ഫെബ്രുവരി 9-ാം തീയതി കാലടി പോകുന്നുണ്ട്. എല്ലാവരോടും ഞാൻ അവിടെ വരാൻ പറയണ്ടേ, അവിടെ തൊഴുതിട്ട് പോവാ. അപ്പൊ നോക്കുമ്പോ 9-ാം തീയതി അവിടെ പ്രതിഷ്ഠ, അതിനും കൂടിയാ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അവിടെ പ്രതിഷ്ഠാദിനാണ്. ഇതിന്റെ ഒരു മറുവശം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുംഭമേളയ്ക്ക് ഇപ്രാവശ്യമാണ് കേരളത്തിൽ ഇത്രയും വലിയ, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയും അതിനകത്തൊരു ഇത്. പക്ഷെ ഈ കുംഭമേളയിൽ പലർക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യം, അവിടെ ഒരു കാർത്തികേയ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അത് അങ്ങേക്ക് നേരത്തെ അറിയാമായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ അതിലേക്കുള്ള നിരഞ്ജന അപ്പോ അവര് 2ാമത്തെ വലിയ അഗാഡയാണ്. അവരുടെ ഗുരു കാർത്തിക സ്വാമിയാണ്.
അവരുടെ ആ കാർഡ് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ആൾക്കാർ ഞാൻ വിചാരിച്ചിരുന്നത്, എനിക്കും ഇതൊരു പുതിയ അറിവായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു അഖാഡയ്ക്ക് ഒരു ഗുരുനാഥനായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ശരിക്കും എനിക്ക് അത്ഭുതമായി. കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പോയി, ഞാൻ അതിലെത്തിപ്പെടുകയും ചെയ്തു. അവിടെ മുരുകാന്റെ ഫോട്ടോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ചോദിച്ചപ്പോഴാണ് അവരുടെ ഗുരുവാണ് എന്താ പറയാ. ഈ പ്രാവശ്യം അവിടെ പോയിട്ടുള്ള ആൾക്കാർ എനിക്ക് ഫോട്ടോകൾ അയച്ചു തന്നു. മുരുകാന്റെ ഫോട്ടോ ആണ് ആ ടെന്റിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇന്നലെ വേറെ രസമുണ്ടായി. ഒരു അനിലേട്ടൻ എന്ന് പറഞ്ഞ ആള് എനിക്ക് മെസ്സേജ് ചെയ്തു. അവിടെ രാത്രി ഉള്ളിൽ കിടത്തില്ല, പട്ടാളക്കാരൊക്കെ ആവല അവിടെ അവരുടെ വലിയ കാടയായിരുന്നു. അപ്പൊ ഉള്ളിൽ കിടത്തില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം മാർക്ക് ചെയ്യുന്നതാണ് വരുന്നത്, മുരുകശേനയുടെ ആളാന്ന് പറഞ്ഞു, ഉള്ളിൽ പോകണം പറഞ്ഞു. അറിഞ്ഞിട്ട് ആവണമെന്നില്ല, അപ്പൊ മുരുകവാന്റെ എന്ന് പറഞ്ഞ പോലെ ആ ഒരു എനർജി വർക്ക് ചെയ്തായിരിക്കും എന്നിട്ട് ഉള്ളിക്ക് പോയിട്ടൊക്കെ ഇരുന്നിട്ടോ. അപ്പൊ നമുക്കല്ല, അതൊരു ഭഗവാന്റെ ഒരു, ഇല്ലെങ്കിൽ എന്നെ അവിടുന്ന് പല ആ ഗാഡയിൽ നിന്ന് ആൾക്കാർ വിളിച്ചു എന്ന പരിപാടി വരുന്നുണ്ട് പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് നമ്മളൊരു സാധാരണ ആളാ, എങ്ങനെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് എനിക്ക് റെസ്പെക്ട് തന്നു, ഞങ്ങള് നിങ്ങളുടെ പരിപാടിക്ക് വരാന്ന് പറയാന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതങ്ങള് വലിയ സാധനം. ചില കൊച്ചുകുട്ടികളൊക്കെ നോക്കിക്കില്ല, അതേ മാനസികാവസ്ഥ. പക്ഷെ ഈ അഖാഡകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ അധികം പരിചിതമല്ലാത്ത ഒരു വാക്കായിരുന്നു. ഈ അഖാഡകൾ തന്നെ വളരെ സംഘടിതമായ സന്യാസി സമൂഹങ്ങളാണ്. അപ്പൊ അതിലൊരു അഖാഡയുടെ ഗുരുവായിട്ട് കാർത്തികേയ സ്വാമി ഉണ്ട് എന്ന് പറയുമ്പോൾ, അങ്ങ് നേരത്തെ പറഞ്ഞ ഈ ആറുപടൈ വീട്, ഒരു ആർമി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ഇതിനെ തമ്മിൽ ഘടിപ്പിക്കുന്ന എന്തോ ഒരു ഘടകം കൂടെ അതിനകത്തില്ലേ? തീർച്ചയായും ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇതിനോട് ചേർന്നൊരു കാര്യം പറയാം. നമ്മള് മുരുകവാന്റെ ഇതിലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുത്തി ശൂലം കുത്തുക, ദേഹത്ത് കുത്തുക. സിംഗപ്പൂർ മലേഷ്യയിൽ ധാരാളം ഉണ്ട്. ഞാനൊരു അവിടെ സിംഗപ്പൂർ പോകുമ്പോൾ താമസിക്കുന്നത് പോലീസ് ഓഫീസർ വീട്ടിലാണ്. ആള് സ്ഥിരം ചെയ്യും. ഇവിടെ കാണുന്ന പോലെ ഒന്നുമില്ല, ഫുള്ള് കുത്തും, ദേഹത്ത് കുത്തും, പിന്നെ ശൂലം കുത്തും. അപ്പൊ എന്നിട്ട് കാവടി എടുത്തിട്ട് നടന്നു വരും. ശരിക്കും ആക്ച്വലി ഇതെന്താന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ഉത്തരം കിട്ടിയത്. ഇവരെല്ലാം അന്നത്തെ കാലത്ത് ഭഗവാന്റെ പടയാളികളാ. അത് നമ്മുടെ ദളപതിനെ, സേനാനായകനെ കാണാൻ വേണ്ടിയിട്ട് മാർച്ച് ഫാസ്റ്റ് ആയിട്ട് വരുന്ന അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അങ്ങനെ സേനാനായകന്മാര് വരുമ്പോ അവരെന്താ ചെയ്യുക? ഒരു പാട്ടോട് ക്ലാസിക് ഡാൻസ് ഒന്നും കളിക്കില്ലല്ലോ, അവരുടെ വീരത കാണിക്കണ കുറച്ച് കാര്യങ്ങളാ ചെയ്യുക. അങ്ങനത്തെ കലാരൂപങ്ങളും അവരുടെ ഉണ്ടാവും. അവരുടെ വീരത കാണിക്കുന്ന കലാരൂപങ്ങളുണ്ടാവും. ആ കലാരൂപങ്ങളുടെ ഭാഗമാണ് ഈ ദേഹത്ത് കുത്തലും മറിയലും ആ രീതികളൊക്കെ. അവര് മാർച്ച് ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ പദയാത്ര. അതിന്റെ ഇപ്പോഴും പട്ടാളക്കാരുടെ മാർച്ച് ഫസ്റ്റ് അതിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഞങ്ങളുടെ അകലേന്ന് പല പടവീടുന്ന് നമ്മുടെ സേനാനായകനെ ദളപതിനെ കാണാൻ ഓരോ പടവീടുന്ന് ഇങ്ങനെ വരികയാണ്. അതാണ് ആ മാർച്ച് ഫാസ്റ്റും അവരുടെ ഈ രീതിയിലേക്കുള്ളതും ഒക്കെ ചെയ്യണത്. അതിന്റെ ഒരു തുടർച്ചയാണ്. ആ ഉറപ്പായിട്ടും ഇതിന്റെ തുടർച്ചയാണ് എല്ലാം. അങ്ങ് നേരത്തെ ചോദിച്ച പോലെ ഇപ്പൊ കാർത്തികസ്വാമി ഗുരുവായിട്ട് ഒരു അഗാഢരായി വരുന്നതും ഇവിടെ നമ്മുടെ ആറുപട വീട് എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ കണക്ട് ആവുമ്പോ ദേവസേനാപതി ആർമി ചീഫായ അദ്ദേഹത്തിന്റെ തുടർച്ചകളാണ്. അങ്ങ് ഈ പറഞ്ഞ കേരള കണക്ഷൻ, ശബരിമല കണക്ഷൻ, അതൊന്നും തെളിവായിട്ടില്ല എന്ന് പറഞ്ഞാലും ഇതുമായിട്ട് ചേർത്ത് കാണാൻ പറ്റുന്ന ഒന്നാണ് എരുമേലിയിലെ പേട്ടതുള്ളലും ആൾക്കാരുടെ വരവും. അതെല്ലാം പക്ഷെ അത് കണക്ട് ചെയ്യുന്ന എവിടെങ്കിലും ഒരു ഘടകം പിന്നീട് തെളിഞ്ഞു വരുമായിരിക്കണം. അത് മാത്രമല്ല, എന്നോട് ഒരാൾ പറഞ്ഞു അവിടെ മുമ്പുണ്ടായിരുന്ന വിഗ്രഹം നവപാഷാണായിരുന്നു. അത് എനിക്കറിയില്ല. പക്ഷെ അത് ഞാനത് പറഞ്ഞ ശേഷം പലരും എന്നോട് വിളിച്ചു പറഞ്ഞു അതാണ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെയൊന്ന് അങ്ങയുടെ അറിവിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. 2-3 ആക്രമണങ്ങൾക്ക് ശേഷം മാറ്റിയ വിഗ്രഹമാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ എന്തോ ഈ പറഞ്ഞ തീർച്ചയായിട്ടും അതൊരു വരുന്നുണ്ട്. അങ്ങയുടെ ഈ ഒരു യാത്രയില് നമ്മള് ഇപ്പൊ ഭാരതത്തെ കുറിച്ച് പൊതുവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ വ്യക്തിപരമായും നിരവധി ആൾക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ LMRKക്കും അങ്ങയുടെ ഒരു ഇടപെടലിനും ഉപദേശങ്ങൾക്കും സാധ്യമായിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ഏതൊക്കെയാണ് വളരെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? ഒരുപാടുണ്ട്. ഞാൻ സാധാരണ ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് പലരും വിളിക്കാറുണ്ട്. അപ്പൊ ഫോൺ എടുക്കില്ല, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വേണം പ്രാർത്ഥിക്കണം, എന്താ കാര്യം എന്നുള്ളത് വാട്സപ്പിൽ ചെയ്തോളാം പറഞ്ഞാൽ ഞാൻ ദിവസവും ആ വാട്സപ്പ് നോക്കിയിട്ട്. എത്ര മെസ്സേജ് വരും ഒരു ദിവസം? 80-90. അതെങ്ങനെ അത്രയും അത് എനിക്ക് എക്സ്ട്രാ ഇതിൽ ഓടിക്കൊണ്ടിരിക്കണം. വണ്ടി ഓടുന്നത് അങ്ങനെയാ. ജോലി, വീട്, എവിടെയും പോരാൻ പറ്റില്ലല്ലോ. നമുക്ക് 10 രൂപ ഒരു സ്ഥലത്ത് തരണമെങ്കിൽ അവര് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. പിന്നെ വീട്ടിലത്തെ കാര്യം നോക്കിയില്ലെങ്കിൽ അത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രോട്ടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കണത്. VRSലേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം അനുവദിച്ചിട്ടില്ല. അല്ല, അനുവാദം വന്നു
വന്നു തുടങ്ങിയിട്ടുണ്ട്. ടൈമും കൂടി കിട്ടി കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷെ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയണത്, നമ്മൾ കാശൊന്നും ആരും ഒന്നും മേടിക്കാറില്ല. നിങ്ങൾ പൂജയ്ക്ക് ഇത്ര വരെ ഒന്നും ചോദിക്കാറില്ല. ആ പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയാം, എന്റെ ഒരു കഴിവില്ല, ഞാൻ ആ പ്രാർത്ഥന നേരെ എടുത്തിട്ട് ഭഗവാന്റെ പാദത്തിൽ വെക്കും. ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾ എന്നുള്ള ലെവലിൽ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് അദ്ദേഹം അതിൽ സൈൻ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു, സൈൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറൊരു കഴിവില്ല. അപ്പോൾ ചിലർ ചോദിക്കുമല്ലോ, പ്രാർത്ഥിക്കാൻ വേറെ മീഡിയേറ്റർ ആവശ്യമില്ല. വേണ്ട, നേരിട്ട് പ്രാർത്ഥിച്ചോ, നമുക്ക് വഴക്കില്ല, നമുക്കൊരു പ്രശ്നമില്ല. ചില ആൾക്കാർ പറയാലോ, പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, നേരിട്ട് പ്രാർത്ഥിച്ചോ. നമ്മുടെ അടുത്ത് വന്നാൽ നമ്മളൊരു മനുഷ്യ സ്നേഹിക്കുന്നുള്ള ലെവലില് നമ്മളൊരു ആലോചിക്കും, ഒരു ആള് വയ്യാണ്ടിരിക്കുമ്പോ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാന്ന് കിട്ടുമ്പോൾ ഒരു ഊർജ്ജം ഭയങ്കരമല്ല. ഒരു മനുഷ്യ സ്നേഹിക്കുള്ള ലെവലില് ഞാൻ ആ പ്രാർത്ഥന എടുത്തിട്ട് ഭഗവാന്റെ പാദത്തിൽ വെക്കണം. അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് പേര്, എനിക്കൊരു മിനിമം ഒരു 6-7 പേര് ദിവസം മെസ്സേജ് അയക്കാറുണ്ട്, കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട്. അത് പല ടൈപ്പ് ഉണ്ട്. അസുഖം പോയത് വെന്റിലേറ്ററിൽ പോയ ആള് തിരിച്ചു വന്ന ആള്, മറ്റേ ദുബായില് യാത്രാ ബാൻ ഉള്ള ആള് തിരിച്ചു വന്ന ആള്, അവിടുത്തെ തൊട്ട് സാമ്പത്തികം, ജോലി, പഠിപ്പ്, കാരണം വിവിധ മേഖലകളിൽ നിന്ന് ആൾക്കാര് മെസ്സേജ് അയക്കുന്നത്, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അത് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും. ഇവർക്ക് ഇത് നടന്നിട്ട് എനിക്ക് മിനിമം ഒരു 6-7 പേര് ദിവസവും എനിക്ക് അയക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ എടുപ്പിക്കാം, ഈ അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് പോയി ചേരും. ഞാനത് മനഃപൂർവ്വം ഇപ്പൊ ചെയ്യാറില്ല. എന്താ കാരണം വെച്ചാൽ പണ്ട് പലരും അനുഭവം എഴുതാറുണ്ട്. അത് നമ്മൾ ഇത്ര വലുതാവണം മുമ്പ് അന്ന് നമ്മൾ എഴുതാറുണ്ട്. ഇപ്പൊ ഞാൻ അത് പറയാറില്ല, എഴുതിപ്പിക്കാത്ത കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡായി ഭഗവാന്റെ ഡ്യൂട്ടി, ഭാരതത്തിന് വേണ്ടി. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ ഭാരതത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വരണം, മുരുകാന് വേണ്ടി വർക്ക് ചെയ്യാൻ വരണം. അങ്ങനെയുള്ളവരാണ് എനിക്ക് ആവശ്യം. നമ്മുടെ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് വരണവരെക്കാട്ടിലും ഭാരതത്തിനും നടക്കട്ടെ, അവരുടെ ജീവിതത്തിൽ ഭഗവാൻ സഹായിച്ചിട്ട് നടക്കട്ടെ, അത് സന്തോഷമായ കാര്യം, അത് ആ രീതിയിൽ നടക്കട്ടെ. രണ്ടാമത് നമ്മൾ ഒരു ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ഭഗവാന്റെ ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാരെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഞാൻ ഗ്രൂപ്പിൽ ഇടാറില്ല, ആരിൽ നിന്ന് കാശ് മേടിക്കാറില്ല. പക്ഷെ ഒരു മനുഷ്യ സ്നേഹി എന്നുള്ളതും ഒരു ഭഗവാന്റെ ഡ്യൂട്ടി ആയിട്ട് എടുത്തുന്ന ഒരാളെന്നുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഒരാൾ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആ ആത്മാർത്ഥമായി ചെയ്യേണ്ടത് എൻ്റെ ഒരു ദൗത്യം ആയതുകൊണ്ടും അത് ഏറ്റവും സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു 2-3 കാര്യങ്ങള് നേരത്തെ പറഞ്ഞ പോലെ മീഡിയേറ്റർ ആവശ്യമില്ലാത്തൊരു. പിന്നെ രണ്ടാമത് വേറൊരു പരിപാടിയല്ല, ചില ആൾക്കാർ പറയില്ല പണിക്ക് പോയിടാ ഇതിനൊന്നും പറയില്ല, അത് ഇവിടെ നടക്കില്ല. 34 കൊല്ലമായിട്ട് ജോലി എടുക്കുക, 18 വയസ്സ് തൊട്ട് തുടങ്ങിയതാ ജോലി എടുക്കില്ല, 34 കൊല്ലമായിട്ട് ജോലി എടുക്കുക, റിട്ടയർ പറയാ. ഞാൻ അതാണ് അത്ഭുതം, കാരണം ജോലി ഇത് എല്ലാത്തിനും പ്രഷർ ഉണ്ടല്ലോ. ERSലേക്ക് പോകണ സമയമായി. എത്ര വർഷമായി? 34 അല്ലേ? 34. അങ്ങ് ഈ ബന്ധപ്പെടുന്നവര് പല VIP-കളും ഉള്ളതായിട്ട് ഞാനിപ്പോ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ള പ്രതിഭകളൊക്കെ. അപ്പൊ അങ്ങനെ ഉള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു വീക്ഷണം എന്താണ്? പ്രത്യേകിച്ച് മോഹൻലാലിനെ കുറിച്ച് അറിയാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവും. അല്ല, ലാലേട്ടനായിട്ട് നല്ലൊരു ബന്ധമായി. കാരണം പലപ്പോഴും കഴിഞ്ഞ ആഴ്ചയും കൂടി ഫാമിലി ആയിട്ട് ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയിരുന്നു, കണ്ടിരുന്നു. ഭയങ്കര സ്പിരിച്വാലിറ്റി ആയിട്ട് ഭയങ്കര ഒരാള്, മുരുക ഭക്തനാണ്, നല്ലൊരു കയ്യിലൊക്കെ വെയിലൊക്കെ കുത്തി നല്ല ഭയങ്കര ഒരു മുരുക ഭക്തനാണ്. പിന്നെ നല്ലൊരു മനുഷ്യനാണ്, സ്പിരിച്വാലിറ്റി ഭയങ്കര ഹൈ ഓറയുള്ള ആളാണ്, ഒരു സംശയമില്ല. അതിൽ നല്ല ഓറയുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു സ്നേഹബന്ധം ശരിക്കും ഉണ്ട്. കാരണം രസമാണ് എപ്പോഴും ഇരിക്കുമ്പോ നമുക്കിരുന്ന് നമ്മൾ സംസാരിക്കണ പോലെ രസമായിട്ട് സംസാരിച്ച് പോകാൻ പറ്റിയ. അതെ, LMRKയുടെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങള്, പരിപാടികളെ കുറിച്ചൊക്കെ എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അറിയാം. ഞാൻ പ്രോഗ്രാമിന്റെ അടുത്ത പ്രോഗ്രാമിനൊക്കെ എത്തുക December 13 എത്തേണ്ടതായിരുന്നു, തീരെ പറ്റാത്തതുകൊണ്ടാണ് വരാണ്ടിരുന്നത്. നമ്മള് വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്, വീഡിയോ ചോദിക്കാറുണ്ട്, ഫോട്ടോസ് ചോദിക്കാറുണ്ട്. നാളെ മാനേജർ സജീവ എല്ലാ പരിപാടിക്കും വരണ ആളുടെ. അപ്പോ എപ്പോഴും തമിഴിലും അങ്ങനെ കുറെ ആൾക്കാര് ബന്ധപ്പെടുന്നുണ്ട് അല്ലേ? തമിഴിലും ഉണ്ട്, കേരളത്തിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഒരു സ്നേഹമുണ്ട്. നമ്മള് പല പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മളോട് നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യാണ്ട് നമുക്ക് സ്നേഹം കിട്ടുക എന്ന് പറയുന്നത്. നമ്മളൊന്നും അതിനു വേണ്ടി ശ്രമം നടത്താണ്ട് നമുക്ക് സ്നേഹം കിട്ടുക, ഒരു റെസ്പെക്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഗ്രഹം ഇപ്പൊ ഭഗവാൻ സഹായിച്ച്. ഞാൻ വർഷങ്ങൾ മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം LMRK തുടങ്ങുന്നതിനും പിന്നോട്ട് പോകുന്ന ബന്ധമാണ്. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും താങ്കളുടെ ഒരു ആത്മവിശ്വാസം,
മുമ്പോട്ടുള്ള വഴികളെ കുറിച്ചുള്ള ആ തെളിച്ചം അത് കുറച്ചുകൂടി ശക്തമായി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു ബോധപൂർവം ശ്രമം നടത്താറുണ്ട്. ഇല്ല, അതെന്താ വെച്ചാലേ ആദ്യത്തെ സമയങ്ങളിൽ എനിക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ ചെയ്തു പോകണം. പിന്നെ കുറച്ച് കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് ഏത് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും നമുക്ക് ഓരോ അടികൾ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിൽ ചെയ്ത 2 ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്തെറിഞ്ഞ 2 ഡ്യൂട്ടിയാ. കാരണം ആ ശക്തികളുടെ ഓപ്പോസിഷൻ വരും. അപ്പൊ ഭയങ്കര പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്. എപ്പോ വേണമെങ്കിൽ എന്ത് സംഭവിക്കാന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. അത് നടക്കാറുണ്ട് കേട്ടോ, ഓരോന്നും നടത്തി ലെവലാക്കി ഇടാറുണ്ട്. പിന്നെ അടുത്തൊരു ഡ്യൂട്ടിയുടെ സമയത്ത് 4th ഡൈമെൻഷനായിട്ട് ടച്ച് ആവണ സമയം. ഈ പറഞ്ഞ എളുപ്പമൊന്നുമല്ല. നമ്മള് 4th ഡൈമെൻഷനായിട്ട് ടച്ച് ആവുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർത്ത്. കാരണം നമ്മളൊരു 3 ഡൈമെൻഷനിൽ ജീവിക്കണം. നമ്മൾ 4ാം ഡൈമെൻഷനിൽ ടച്ച് ആവണമെങ്കിൽ നമ്മൾ ശരീരവും മനസ്സും അതിലേക്ക് കണക്ട് ആവണം. കണക്ട് ആവണമെങ്കിൽ ശരീരം നമ്മളെ മരണത്തിനോട് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ശരീരം ചെതറ് തെറിപ്പിക്കാന്ന് പറയില്ലേ, ശരീരം മാനസികമായിട്ട് ശരീരം ചെതറ് തെറിപ്പിച്ച് നമ്മളെ ആ ഒരു ലെവലിലെത്തിയാല് മരണത്തിന് ആ ഒരു ലെവലിലെത്തിയാൽ നമുക്ക് അത് കണക്ട് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലെവലിൽ നമ്മളെ കൊണ്ട് എത്തിക്കേണ്ട സിറ്റുവേഷൻ, ഒരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ ചോഴന്മാരുടെ ആ യാഗത്തിന്റെ സമയത്താണ്. വല്ലാത്തൊരവസ്ഥയാ അത്. നമ്മൾ പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് 4th ഡൈമെൻഷനെ ടച്ച് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ കാണുക. അത് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പക്ഷെ അത് താൻ ശരിക്കും അത് നമ്മളിപ്പോ ഒരു ടൈം ട്രാവലർ പടത്തിലോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റൽ പറഞ്ഞ പടത്തിലോ നമ്മളൊരു വേറെ ഡൈമെൻഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു എഫക്ട് സിനിമയിൽ കാണാൻ പറ്റും. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് അവര് നിലവിളിക്കുന്നതോ അതാണ് സംഭവിച്ചത്. അതാണ് അത് ആ ഇൻട്രസ്റ്റൽ പടത്തിലൊക്കെ കാണിക്കുന്നുണ്ട് വേറെ. അപ്പൊ അത് നമ്മളാകെ തകർന്നു പോണ പോലെയൊക്കെ നിലവിളിക്കണം. അല്ലെങ്കിൽ ആകെ മറ്റേ ഒരു പടത്തില് ഡോക്ടർ സ്ട്രെയിനിന്റെ ഫസ്റ്റ് അവർ തട്ട് കെട്ടുമ്പോൾ ആളിങ്ങനെ ലോകം കറങ്ങി വരുമ്പോൾ ആളനുഭവിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഫിസിക്കലി നമ്മൾ അനുഭവിക്കും. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു സമയങ്ങൾ കടന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിൽ വരുമ്പോഴും അന്നൊക്കെ നമ്മളൊരു ഡ്യൂട്ടി നോക്കുമ്പോൾ നമ്മൾ 4 വട്ടം ചുറ്റും നോക്കും എവിടുന്നാണ് വരുന്നത്. അപ്പൊ ഡേറ്റ് മാറ്റും അങ്ങനെ എന്നാലും പെട്ടെന്ന് ചില സമയത്ത് കണ്ണ് കെട്ടിട്ട് അടി കിട്ടും. അത് ശരിക്കും വീഴും. ഇപ്പൊ അത് ഒന്നും കൂടി നമ്മൾ ചെയ്തിട്ട് കുറച്ചുകൂടി അത് ഈ യാത്രയില് ഉണ്ടാവണതാ. പക്ഷെ ഇത് ഈ സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് വിട്ടു പോവാവുന്ന ലെവലിലേക്ക് അത് വേണ്ട, നമുക്ക് വിട്ടു പോവാം. പക്ഷെ നമ്മളൊരു ക്യാപ്റ്റൻ വരെ മുമ്പിൽ നിൽക്കുമ്പോ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ചെയ്യാനുള്ളത് പോവാ. ബാക്കി ഭഗവാൻ നമ്മുടെ ഉണ്ടായോ. പിന്നെ തീരെ പറ്റാണ്ടായ ഞാൻ ആളുടെ അടുത്ത് പോയിട്ടിരിക്കും. അതെ, അല്ല എന്നെ കൊണ്ട് പറ്റൂല. ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആള് നോക്കിയോളൂ. വിടവാട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. അല്ല വല്ലാണ്ട് ചില എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ കാണിച്ചു തുടങ്ങിയാലേ അവിടെ വരിക്കും. നമ്മളെ കൊണ്ട് പറ്റില്ല, ഞാൻ അങ്ങനെ നോക്കിയോന്ന് പറഞ്ഞു. പിന്നെ ആള് നോക്കിയോളൂ. വളരെ വ്യക്തമാണ്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് 2 കാര്യം കൂടി. ഇപ്പൊ അഗ്നി ഹോമം നടന്നു, അഗ്നിയാഗത്തിന് മുന്നോടിയായിട്ടാണെന്ന് പറഞ്ഞു. എന്നായിരിക്കും അഗ്നിയാഗം നടത്തുക? എവിടെയായിരിക്കും? അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അഗ്നിയാഗത്തിന്റെ പ്രത്യേകത ഡീപ് സ്റ്റേറ്റ് തകർത്ത് മുരുകന്റെ ആധിപത്യം. ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവുക അതോട് കൂടിയിട്ട്. അതാണ്. അപ്പൊ അതായത് മുരുകവാൻ ലോകത്തിന്റെ അതിപ്പ് പിടിക്കുന്ന ഇതാണ് അത്. അത് കഴിഞ്ഞുള്ള അടുത്ത യാഗം എന്ന് പറഞ്ഞ ടൈമാണ്. ഭഗവാന്റെ സിംഹാസനത്തിൽ ഭഗവാൻ ഇരിക്കുന്നതാണ് ആ യാഗം. നമ്മൾ ഓരോ സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞല്ലോ. ഓരോ യാഗത്തിനും ഓരോ സ്റ്റെപ്പുകൾ. നമ്മൾ ഓരോ ഡ്യൂട്ടിക്ക് സ്റ്റെപ്പ് ഉണ്ട്. യൂറോപ്പിനെ തകർക്കണോ, അവിടുത്തെ എനർജി തകർക്കണോ, അങ്ങനെ സ്റ്റെപ്പുകൾ കാണാം. ഇതിലാണ് ഡീപ് സ്റ്റേറ്റ് തകർത്ത് ലോകത്തിൽ ഇപ്പൊ നിയന്ത്രിക്കുന്ന ശക്തിനെ തകർത്തെറിഞ്ഞ് കഴിയുക എന്നുള്ളതാണ്. അടുത്ത ടൈം യാഗത്തിലാണ് അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം. അപ്പോ ഈ ഡീപ് സ്റ്റേറ്റ് ഇത് അഗ്നിയാഗത്തോട് കൂടിയിട്ട് ഡീപ് സ്റ്റേറ്റ് തകർന്നു പോകും. ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. മുരുകൻ സർവസേനാധിപനായിട്ട് ഇതാവും. അപ്പോ പക്ഷെ ഇതിന്റെ ഡേറ്റ് ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. കുംഭമേള കഴിഞ്ഞ് വരുമ്പോഴേക്കും. പക്ഷെ യാഗത്തിന് മുമ്പ് നടത്തിയ ഹോമം തന്നെ ഒരു യാഗം പോലെ അത് ഞാൻ പറയില്ലേ, നമ്മള് ചെറുതായിട്ട് തുടങ്ങും. ഭഗവാൻ അത് വലിയൊരു ജനക്കൂട്ടം ഇവിടെ വന്നു പഴനിയില്. അതിലെ രസമായിട്ടുള്ള കാര്യം ഇത് രാത്രിയിലാണ് നടന്നത്. രാത്രിയിൽ നടന്നു കഴിഞ്ഞിട്ട് നമ്മള് ഇത് കഴിഞ്ഞു. യാഗം കഴിഞ്ഞ് ഒരു 11:30-12 മണി ആവാറുണ്ട്. അപ്പൊ ഇത്ര നേരം 5 മണി തൊട്ട് ആൾക്കാർ ഇരിക്കണതാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇനി ഗിരിവലത്തിന് പോകണം, വയസ്സായവരുണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അവരൊന്നും വരണമെന്നില്ല, വരണവര് മാത്രം വന്നാൽ മതി. വരേണ്ട ആൾക്കാർ കൈബന്ധിക്കാൻ പറഞ്ഞു 3000 വരും.
അയ്യോ 3000 പേര് ഗിരിവലത്തിൽ വന്നു. ഓ. പഴനി കണ്ടിട്ടാവില്ല. അത്രയും വലിയൊരു കടക്കാരൊക്കെ കേരളം മൊത്തം ഇങ്ങോട്ട് പോകുന്നു തിരിച്ചു. അത് വളരെ അപ്പൊ എനിക്ക് തോന്നുന്നു കുംഭമേളയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ചൊരു തീരുമാനം അതൊരു അടുത്ത എവിടെയാണ് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചാൽ തീരുന്നതല്ല അങ്ങയുടെ അനുഭവങ്ങള്. അപ്പൊ ഈ ബുക്കില് നമ്മള് 12ാം പതിപ്പായി. അപ്പൊ ഞാൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന്റെ ഒരു 2ാം ഭാഗം എന്നാണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, പക്ഷെ ഡയറക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഈ അടുത്തും കൂടി പ്രാർത്ഥിച്ചപ്പോ 2ാം ഭാഗം എഴുതാനുള്ള അനുഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിനും കൂടുതൽ അതായത് 2022 വരെയാണിത്, ഡിസംബർ 3 വരെ. ഈ 3 കൊല്ലത്തിലുള്ള ഇതിലും കൂടുതൽ കാര്യങ്ങള് പറയാണ്ട്. പക്ഷെ അനുവാദം ആയിട്ടില്ല. അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അത് എഴുതും. പക്ഷെ അത് സ്വീകരിക്കപ്പെട്ടു. വളരെ വളരെ വളരെയധികം സ്വീകരിക്കപ്പെട്ടു എന്നല്ല, അത് കേരളത്തിലേക്കുള്ള ഒരു വലിയ എന്താ പറയുക ഒരു വാതായനം കൂടിയായി മാറിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങയുടെ പ്രവർത്തനം ഒരുപാട് ചെറുപ്പക്കാരും ഭയങ്കര. അതാണ്. എന്തായാലും ശ്രീ രജിത് കുമാർ, അങ്ങയോട് സംസാരിക്കുന്ന ഓരോ സംഭാഷണവും വലിയൊരു അനുഭവമാണ് നമുക്കും തരുന്നത്. തത്വമയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പരിചിതനുമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ സംഭാഷണം തുടരും എന്നുള്ള ഉറപ്പിൽ ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം സന്തോഷം. വീണ്ടും ഒരിക്കൽ നമുക്ക് തീർച്ചയായിട്ടും